നമ്മുടെ രാജ്യത്ത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും പാചകവാതകത്തിൻ്റെയും വില അടിക്കടി കുതിച്ചു വരുന്നു. ഗൾഫ് മേഖലയിലെ അശാന്തി നമ്മുടെ എല്ലാം വീടുകളിലും സമൂഹത്തിലും ചർച്ചയാവുന്നു. അപ്പോൾ ഇതിനെല്ലാം കാരണം ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനിൽ നടത്തിയ ആക്രമണമാണ്. 1-2 ദിവസത്തിനുള്ളിൽ ഇറാനെ പൂർണ്ണമായും തകർത്ത് അവിടെ തങ്ങളുടെ ഇംഗിതപ്രകാരമുള്ള ഒരു സർക്കാരിനെ കൊണ്ടുവരാമെന്ന് വ്യാപമോഹിച്ച് തുടങ്ങിയ യുദ്ധം ഇന്നിപ്പോൾ 3 മാസം കഴിഞ്ഞ് കൂടുതൽ കലുഷിതമായ അവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ലോക സാഹിത്യത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നതിനായി പ്രമുഖ മാധ്യമപ്രവർത്തകനും ദേശാമയുടെ മുൻ റെസിഡന്റ് എഡിറ്ററും ഒക്കെയായ വി പരമേശ്വരൻ നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് ചില സംശയങ്ങളും ചില ചിന്തകളും പങ്കുവയ്ക്കാം. 1-2 ദിവസം കൊണ്ട് അവസാനിപ്പിക്കാമെന്ന് അമേരിക്കയും ഇസ്രായേലും കരുതിയ ഇറാനിൽ ആക്രമണം ഇന്നിപ്പോൾ 96-ാം ദിവസം എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ വെടിനിർത്തലിനെ പറ്റി ചർച്ച നടക്കുമ്പോൾ തന്നെ ഇരുപക്ഷവും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുകയും പ്രതിസന്ധി കൂടുതൽ മൂർച്ഛിക്കുന്ന ഒരു ലക്ഷണങ്ങൾ കാണുകയും ചെയ്യുന്നു. ഈ സ്ഥിതിവിശേഷത്തെ നമുക്ക് എങ്ങനെ കാണാൻ കഴിയും? അമേരിക്ക എല്ലാവർക്കും അറിയുന്നത് പോലെ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ്, ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ്. കാരണം സ്വാഭാവികമായിട്ടും അമേരിക്ക വിചാരിച്ചത് വെനിസ്വലയിൽ ഇടപെട്ടതുപോലെ ജനുവരിയിലാണ് വെനിസ്വലയിൽ അവർ ഇടപെട്ടത്. വളരെ എളുപ്പത്തിൽ അവിടുത്തെ പ്രസിഡന്റിനെയും ഭാര്യയെയും അവർക്ക് തട്ടിക്കൊണ്ടുപോകാൻ കഴിഞ്ഞു. കാരണം അതുപോലെയുള്ള ഒരു ഈസി ഓപ്പറേഷനാണ് യഥാർത്ഥത്തിൽ ഇറാനിലേതും എന്നാണ് ട്രംപും അദ്ദേഹത്തിൻ്റെ അനുയായികളും ധരിച്ചിട്ടുള്ളത്. അതിന് പ്രധാനപ്പെട്ട കാരണമായി പാശ്ചാത്യ മീഡിയ അടക്കം ഇപ്പോൾ പറയുന്നത് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് യഥാർത്ഥത്തിൽ നെതന്യാഹുവാണ്. നെതന്യാഹുവിന് പശ്ചിമേഷ്യൻ രാഷ്ട്രീയം നന്നായി അറിയുന്ന ഒരാളാണ്, ഓരോ രാഷ്ട്രത്തിൻ്റെ ശക്തി അറിയുന്ന ആളാണ്. അന്നേരം അദ്ദേഹത്തിൻ്റെ കൂട്ടി പ്രേരണയാലാണ് ട്രംപ് ഈ ഒരു സാഹസത്തിന് എടുത്തു ചാടിയത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കാരണം ആ രീതിയിൽ വളരെ എളുപ്പത്തിൽ വിജയിക്കാം. കാരണം അവർ അന്ന് പറഞ്ഞ ലക്ഷ്യങ്ങളുണ്ട്. ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് പരമാണു നേതാവിനടക്കം വധിച്ച് ഒരു ഭരണമാറ്റം, അമേരിക്കൻ അനുകൂലമായിട്ടുള്ള ഒരു ഭരണമാറ്റം സൃഷ്ടിക്കാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ അവരുടെ മിസൈൽ ശേഷി, ആണവശേഷി ഒക്കെ തന്നെ പൂർണ്ണമായി നശിപ്പിക്കാൻ കഴിയും. അതോടൊപ്പം ഇറാൻ്റെ അലീസ് ഉണ്ട്, ഇറാൻ്റെ സഖ്യകക്ഷികൾ എന്ന് പറയുന്ന ഗാസയിലെ ഹമാസും അതുപോലെ തന്നെ ലബനണിലെ ഹിസബുള്ളയും യമനിലെ ഹൂത്തികളും ഇവരെയൊക്കെ തന്നെ അവർക്കുള്ള സഹായം ഇറാൻ പരിപൂർണമായി നിർത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടാവും. അതോടുകൂടി പശ്ചിമേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക ശക്തിയായിട്ട് ഇസ്രായേൽ മാറും. അമേരിക്കൻ കവലച്ചട്ടമ്പിയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ. കാരണം സ്വാഭാവികമായിട്ടും പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ ആകെയുള്ളൊരു എതിരാളി ഇറാനാണ്. ഇറാൻ നശിപ്പിച്ചാൽ പൂർണ്ണമായിട്ടും പശ്ചിമേഷ്യൻ രാഷ്ട്രത്തിൽ ആധിപത്യം പുലർത്താൻ വേണ്ടി കഴിയും എന്ന ധാരണയിലാണ് യുദ്ധം അവർ ആരംഭിച്ചത്. ഫെബ്രുവരി 28-ന് ആദ്യത്തെ ലക്ഷ്യം അവർ നേടി. കാരണം പരമാവധി നേതാവായ ആയത്തുള്ള അലി ഖമനേയി അദ്ദേഹം അവർക്ക് വധിക്കാൻ വേണ്ടി കഴിഞ്ഞു. പക്ഷേ അതിനുശേഷമുള്ള ഒരു ലക്ഷ്യവും നേടാൻ വേണ്ടി ഇതുവരെയും കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം അതുകൊണ്ട് തന്നെ അമേരിക്ക എന്ന് പറയുന്നൊരു വലിയ ശക്തിക്ക് ഇറാൻ എന്ന് പറയുന്ന ഒരു ചെറിയ ശക്തി, ഇപ്പം അമേരിക്കയുമായി താരതമ്യപ്പെടുത്തിയാൽ അമേരിക്കയാണ് 1-ാം സ്ഥാനത്ത് സൈനിക ശക്തിയിൽ. ഒരു 40-50 സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇറാൻ. കാരണം ആ ഇറാനെ പരാജയപ്പെടുത്താൻ കഴിയാതെ പോയി എന്ന ഒരു പ്രതിസന്ധിയിലാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ഉള്ളത്. കാരണം അമേരിക്ക പോലൊരു വൻശക്തിക്ക് തങ്ങൾ വിജയിച്ചിട്ടാണ് യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നത് എന്ന ഒരു ആഖ്യാനം സൃഷ്ടിച്ചിട്ടില്ലെങ്കിൽ അവരുടെ ആധിപത്യം ചോദ്യം ചെയ്യപ്പെടും, സമഗ്രാധിപത്യം ചോദ്യം ചെയ്യപ്പെടും. അന്നേരം ആ ഒരു പ്രതിസന്ധിയാണ്. വിജയിക്കാൻ കഴിയുന്നുമില്ല, എന്നാൽ വിജയിച്ച് എന്ന് വരുത്തിക്കൊണ്ട് മാത്രമേ യുദ്ധത്തിൽ നിന്ന് പിന്മാറാനും കഴിയൂ. ഈ ഒരു പ്രതിസന്ധിയിലാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ഇപ്പോഴുള്ളത്. മാത്രമല്ല, വിജയിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ തന്നെ നമുക്ക് പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കയുടെ F-35 ഉൾപ്പെടെ 42ഓളം വിമാനങ്ങൾക്ക് കേടുപാട് സംഭവിക്കുകയോ തകരുകയോ ചെയ്തു. അമേരിക്കൻ പക്ഷത്തുള്ള ഗൾഫ് രാജ്യങ്ങളുടെ ഉൾപ്പെടെ 250ഓളം കേന്ദ്രങ്ങളിൽ ഇറാൻ ഡ്രോൺ ആക്രമണവും മിസൈൽ ആക്രമണമൊക്കെ നടത്തി. അത് പൂർണ്ണമായും പ്രതിരോധിക്കാൻ അമേരിക്കയെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞതല്ല, ഗൾഫ് മേഖലയിലും നമ്മുടെ ഈ പശ്ചിമേഷ്യ, നമ്മുടെ ഇതിൽ പറഞ്ഞ പശ്ചിമേഷ്യയിലും ഒക്കെ ഉള്ള അമേരിക്കയുടെ തന്ത്രപരമായ താല്പര്യങ്ങൾക്ക് ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ തിരിച്ചടിയാണ്. പിന്നെ അതുപോലെ ഇനിയിപ്പോൾ വേറൊരു ഇതിൻ്റെ അത് പുറത്തുനിന്ന് സംബന്ധിച്ചാൽ അമേരിക്ക ഇസ്രായേലും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ കുറച്ചുകൂടെ മുറിച്ചിരിക്കുന്നൊരു സ്ഥിതിവിശേഷമാണ്. അമേരിക്കയിലെ ആഭ്യന്തര
ഇപ്പൊ അമേരിക്ക ഇത് മഹാ അസംബന്ധം വിനാശകരം എന്നൊക്കെയുള്ള അഭിപ്രായം അമേരിക്കയിലെ പ്രതിപക്ഷ പാർട്ടികളും റിപ്പബ്ലിക്കനും അതിന് ഒരു വിഭാഗം പറയുന്നുണ്ട്. ഇപ്പം ട്രംപിന് എങ്ങനെയും ഇതിൽ തലയൂരാനുള്ള ഒരു ശ്രമത്തെ നെതന്യാഹു പക്ഷം അട്ടിമറിക്കുന്നു എന്നുള്ളൊരു ഇതും വരുന്നു. അപ്പൊ ഇത് കൂടുതൽ അമേരിക്ക ഇസ്രായേൽ തമ്മിലുള്ള അങ്ങനെ ഒരു വൈരുദ്ധ്യം മൂർച്ഛിക്കുന്നതായിട്ടും ചില നിരീക്ഷകരൊക്കെ പറയുന്നുണ്ട്. അതേപറ്റി നമുക്ക് എങ്ങനെ? അമേരിക്കയും ഇസ്രയേലും ദീർഘകാലത്തെ സുഹൃത്തുക്കളാണ്. കാരണം അമേരിക്കൻ പൊളിറ്റിക്സിൽ എന്നും വലിയ സ്വാധീനം ചെലുത്തുന്ന വിഭാഗമാണ് ജൂത വിഭാഗം. കാരണം അമേരിക്കയിലെ മൾട്ടിനാഷണൽ ഇൻഡസ്ട്രീസ്, പ്രത്യേകിച്ച് ആം ഇൻഡസ്ട്രീസ് ഒക്കെ നേതൃത്വം നൽകുന്നത് പ്രധാനമായിട്ടും ജൂത ലോബിയാണ്. അവരാണ് റിപ്പബ്ലിക്കന്മാരായാലും ശരി ഡെമോക്രാറ്റുകളായാലും ശരി അവർക്ക് പണം കൊടുക്കുന്നതിൽ പ്രധാനപ്പെട്ടൊരു റോള് ഈ ജൂത ലോബിക്കുണ്ട്, ജൂത വ്യവസായ ലോബിക്കുണ്ട്. പ്രത്യേകിച്ച് അവർക്ക് റിപ്പബ്ലിക്കൻസ് പാർട്ടിയോടാണ് കൂടുതൽ താല്പര്യമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഒരു പ്രശ്നത്തിൽ എന്താ വെച്ചാൽ, ഒന്ന് അമേരിക്കയെ തെറ്റിദ്ധരിപ്പിച്ചു ഇറാൻ എന്ന ഒരു ഫീലിംഗ് പെന്റഗൺ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾക്ക്, ഇസ്രയേൽ അമേരിക്കയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന ഒരു വികാരം പെന്റഗൺ വൃത്തങ്ങൾക്കും ഒക്കെ ഉണ്ട് എന്നാണ് മാധ്യമങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. ട്രംപ് പറയുന്നുണ്ട്, ഇപ്പൊ ഞാൻ നാവികസേനയെ നശിപ്പിച്ചു, ഇറാന്റെ നാവികസേനയെ നശിപ്പിച്ചു, ഇറാന്റെ വ്യോമസേനയെ എന്താ പറയുക വ്യോമസേനയെ നശിപ്പിച്ചു. യഥാർത്ഥത്തിൽ ഇറാൻ നാവിക ശക്തിയല്ല, വ്യോമശക്തിയല്ല. ഇറാന് വലിയ യുദ്ധവിമാനങ്ങളോ അല്ലെങ്കിൽ വലിയ കാര്യങ്ങളോ ഒന്നും തന്നെ ഇറാനില്ല. നാവിക കാര്യത്തിൽ അവർ വളരെ പിന്നിലാണ്, വളരെയേറെ പിന്നിലാണ്. പക്ഷെ അവരുടെ ശേഷി എന്ന് പറയുന്നത് മിസൈൽ ശേഷിയാണ്. കാരണം മിസൈൽ ശേഷിക്ക്, മിസൈലിന് അവർക്ക് വലിയ ശേഷിയുണ്ട്, അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്, അത് ഇപ്പോഴും അത് നിർമ്മിക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. എല്ലാ മിസൈലുകളും അവർ ഭൂഗർഭ അറകളിലാണ് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. നിർമ്മിക്കുന്നത് പോലും ഭൂഗർഭ അറകളിൽ നിന്നാണെന്ന് പറയപ്പെടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് എന്താ പറയുക വെഹിക്കിൾ ലോഞ്ചർ, വാഹനത്തിൽ മിസൈൽ വിക്ഷേപിക്കാനുള്ള ശേഷി അവർക്ക് ഉണ്ട്. അന്നേരം ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങി വിക്ഷേപിക്കാൻ വേണ്ടി അവർക്ക് കഴിയും. ഇത് വലിയ ശേഷി. ഇപ്പം തന്നെ CIAന്റെ ഏറ്റവും അവസാനത്തെ റിപ്പോർട്ട്, കഴിഞ്ഞ മാസം പുറത്തു വന്ന റിപ്പോർട്ട് പറയുന്നത് 70% ശേഷി നിലനിൽക്കുകയാണെന്ന്. ഇനിയും 30% അവർ ഈ യുദ്ധത്തിൽ അവർക്ക് ശോഷണം സംഭവിച്ചിട്ടുള്ളൂ, മറ്റു 70% ഉണ്ട് എന്നാണ്. കാരണം ഈ രീതിയിൽ ഇറാനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് യഥാർത്ഥത്തിൽ അമേരിക്കൻ ഇസ്രായേൽ വൃത്തങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതായത് അതിന് പ്രധാന കാരണം ഇസ്രായേൽ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് എന്നുള്ളൊരു വികാരം പലയിടങ്ങളിലും വായിക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. കാര്യം ഇത് സ്വാഭാവികമായിട്ടും അമേരിക്കയിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് നവംബറിൽ കോൺഗ്രസിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാമെന്ന്. കോൺഗ്രസിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടാൽ ട്രംപിന് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ എളുപ്പം നീക്കാൻ വേണ്ടി കഴിയാത്ത സ്ഥിതി വരും. $200 ബില്യൺ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട് യുദ്ധ ബജറ്റിന് വേണ്ടിയിട്ട്. ഇപ്പം തന്നെ ഏകദേശം $40 ബില്യൺ ചെലവായി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. $200 ബില്യൺ വേണ്ടിയിട്ടാണ് കോൺഗ്രസിനോട് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. അതായത് ഇങ്ങനെയുള്ള പല പരിപാടികളും കോൺഗ്രസിൽ ഭൂരിപക്ഷം കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്ക് നഷ്ടപ്പെടും. അതായത് സ്വാഭാവികമായിട്ടും ട്രംപിന്റെ ഒരു ഉയർച്ച തടയുന്നതിന് ഈ യുദ്ധം കാരണമായിട്ടുണ്ട് എന്ന ഒരു വീക്ഷണം സ്വാഭാവികമായിട്ടും അമേരിക്കയിലെമ്പാടും ഇപ്പം ഉയർന്നു വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും യുദ്ധം തുടർന്നു പോകണം എന്നുള്ളത് ഇസ്രയേലിന്റെ താല്പര്യമാണ്. കാരണം ഈ ഒരു സമാധാന സന്ധി ഉണ്ടായിട്ട് അമേരിക്ക പിൻവാങ്ങിയാൽ പിന്നെ സ്വാഭാവികമായിട്ടും അതിൽ നിന്നുണ്ടാകുന്ന ഒരു സംഭവം എന്താണ്, പശ്ചിമേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി ഇറാനാണെന്ന് വരും. കാരണം ഇറാൻ ജയിച്ചു നിൽക്കുകയാണ്. കാരണം ഇറാന്റെ ശേഷം മാത്രമേ ഇസ്രയേലിന് സ്ഥാനം ഉണ്ടാവുള്ളൂ. അന്നേരം അത് ഇസ്രയേൽ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ പോലും കരാറായി എന്ന് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോലും ലെബനണിൽ ആക്രമണം ശക്തമാക്കുന്നതിന്റെ കാരണം അതാണ്. കാരണം ഒരിക്കലും ഒരു സന്ധി ഒപ്പിട്ടുകൂടാ. സന്ധി ഒപ്പിട്ടാൽ പശ്ചിമേഷ്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയായിട്ട് ഇറാൻ ഉയർന്നു വരും. അന്നേരം സ്വാഭാവികമായിട്ടും അത് തടയണം. അവിടെ ഈ യുദ്ധം നീട്ടിക്കൊണ്ടു പോകണം. ഒറ്റക്ക് പരാജയപ്പെടുത്താനും കഴിയില്ല ഇസ്രയേലിന് ഒറ്റക്ക് ഇറാനെ പരാജയപ്പെടുത്താൻ വേണ്ടി കഴിയില്ല. സ്വാഭാവികമായിട്ടും അമേരിക്കൻ സഹായം ഇല്ലെങ്കിൽ അവർക്ക് ചെയ്യാനും പറ്റില്ല. ഈ ഒരു പ്രതിസന്ധിയാണ് ഇപ്പം നിലനിന്ന് പോകുന്നത്. അതുപോലെ മറ്റു ചില വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഇറാന്റെ ആണവ പദ്ധതി തടയാൻ വേണ്ടിയും ഇറാൻ ഒരു ആണവ രാഷ്ട്രമാക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയുമാണ് യുദ്ധത്തിന്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു. പക്ഷെ നിലവിലുള്ള ഈ സാഹചര്യം നമ്മൾ നോക്കുമ്പോൾ ഇറാൻ ഇനിയിപ്പം ഇതിൽ നിന്ന് പുറകോട്ട് പോകുന്നതിനെ പറ്റി ചിന്തിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. കാരണം ഉത്തര കൊറിയ അമേരിക്കയുടെ വലിയ ശത്രുവായിട്ട് ഉത്തര കൊറിയയെ അമേരിക്ക ഒന്നും ചെയ്യാൻ കഴിയാത്ത ഉത്തര കൊറിയയുടെ കയ്യിൽ ആണവായുധം ഉള്ളത്. ഇപ്പോഴും
ഇസ്രായേലിൻ്റെ കയ്യിൽ അണുവായുധമുണ്ട്. അപ്പം അതും ഈ രണ്ട് വസ്തു വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ തൽക്കാലം ഒരു കരാറൊക്കെ ഉണ്ടായി വെടിനിർത്തൽ ഒക്കെ പ്രഖ്യാപിച്ചാലും ദീർഘകാലത്തേക്ക് ഒരു അണുവായുധം കൈവശം അണുവായുധം വികസിപ്പിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ നിന്ന് ഇറാന് പിന്മാറാൻ കഴിയില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് ലോകത്തെ നയിക്കുകയും, അല്ലെങ്കിൽ തന്നെ ഇറാൻ ഇപ്പം പറയുന്നുണ്ട് പശ്ചിമേഷ്യ മൊത്തത്തിൽ അണുവായുധ വിമുക്തമായാൽ ഞങ്ങളും മാറാമെന്ന്. അത് പറ്റില്ലല്ലോ, കാര്യം അപ്പൊ ഇസ്രായേൽ. അപ്പൊ ഈ ഒരു അവസ്ഥ ലോകത്തിന് മൊത്തത്തിൽ ഹാനികരമല്ലേ ഇത്? പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇരട്ടത്തപ്പാണ് ഇതെന്ന് വ്യക്തമാണ്. ഒന്നാമത്തെ കാര്യം, ആരാണ് ഇറാൻ ആണവബോംബ് ഉണ്ടാക്കുമ്പോൾ അത് വലിയ പ്രശ്നമാണെന്ന് പറയുന്നത്? അമേരിക്ക, ഇസ്രയേലുമാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആണവബോംബുള്ള ഒരു രാജ്യമാണ് അമേരിക്ക. രണ്ടാമത്തെ രാജ്യം റഷ്യയാണ് ഏറ്റവും കൂടുതൽ എന്നാണ് പറയുന്നത്. രണ്ടാമത് അമേരിക്കക്കാണ്. 5000-ഓളം ബോംബ് കൈവശം വെച്ച രാജ്യമാണ് അമേരിക്ക. അവരാണ് പറയുന്നത് ഇറാൻ ബോംബ് ഉണ്ടാക്കുന്നതെന്ന്. പിന്നെ ഇസ്രയേല് ഏകദേശം 100ഓളം ബോംബ് അവരെ കൈവശമുണ്ടെന്നാണ് പറയുന്നത്. 100ഓളം ആണവ ബോംബ്. ഒന്നാമത്തെ കാര്യം അത്. കാരണം ഇത് ഹിപ്പോക്രസിയാണ് യഥാർത്ഥത്തിൽ. മറ്റൊന്ന്, ഇറാൻ്റെ അടുത്ത് ആണവായുധം ഇല്ല എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം എന്ന് പറയുന്നത് ഇറാനെതിരെ യുദ്ധം നടത്തി എന്നുള്ളത് തന്നെയാണ്. സാജൻ ഇപ്പം പറഞ്ഞതുപോലെ വടക്കൻ കൊറിയക്ക് ആണവായുധം ഉള്ളതുകൊണ്ടാണ് വടക്കൻ കൊറിയനെ അവരെ ആക്രമിക്കാത്തത്. അതുപോലെ ഇറാന്റെ കൈവശം ഉണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇത് ആക്രമണം ഉണ്ടാവില്ലായിരുന്നു. അന്നേരം ഒന്നാമത്തെ ഫാക്ട് എന്താ? ഇറാന്റെ കയ്യിൽ ഇപ്പം നിലവിലില്ല എന്ന് ഇറാൻ മാത്രമല്ല പറയുന്നത്. കാരണം ഇറാൻ ഒരു മതരാഷ്ട്രമാണ്, ഇസ്ലാമിക രാഷ്ട്രമാണ്. അതായത് അതിൻ്റെ പരമോന്നത നേതാവാണ് അലി ഖമനേയി, ഇപ്പൊ കൊല്ലപ്പെട്ട അലി ഖമനേയി. അതിനു മുമ്പുള്ള മത നേതാവ് ഒരു ഫത്വ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ ഫത്വ പറയുന്നത് ആണവായുധം എന്ന് പറഞ്ഞാൽ മനുഷ്യരാശി നശിപ്പിക്കലാണ്. അവിടെ ഇസ്ലാമിക രാഷ്ട്രമായിട്ടുള്ള ഇറാൻ ഒരിക്കലും ആണവായുധം ഉണ്ടാക്കരുത്. ആ ഫത്വ നിലനിൽക്കുകയാണ് ഇപ്പോൾ. സ്വാഭാവികമായിട്ടൊരു മതരാഷ്ട്രമാകുമ്പോൾ മത അധ്യക്ഷൻ പറയുന്നത് അവർ കേൾക്കും. സ്വാഭാവികമായിട്ട് അവർ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. മറ്റൊന്ന്, IAEA ചീഫ് ഗ്രോസി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇറാന്റെ കയ്യിൽ ആണവായുധമില്ലാന്ന്. അൽ ജസീറക്ക് കൊടുത്ത ഒരു ഇന്റർവ്യൂ ആണെന്ന് എൻ്റെ ഓർമ്മ. അൽ ജസീറക്ക് കൊടുത്ത ഇന്റർവ്യൂവിൽ വ്യക്തമായിട്ട് അയാൾ പറയുന്നുണ്ട് നിലവിൽ ഇറാന്റെ കൈവശം ആണവായുധം ഇല്ല. അതുപോലെ തുളസി ഗബ്ബാർഡ് ഇന്റലിജൻസ് ചീഫാണ് അമേരിക്കയിൽ, ഇപ്പം രാജിവെച്ചു. ട്രംപുമായി തെറ്റി രാജിവെച്ചു. ആ തുളസി ഗബ്ബാർഡ് കഴിഞ്ഞ വർഷം ജൂണിലാണെന്ന് എനിക്ക് തോന്നുന്നു, ജൂണിലോ മെയ്യിലോ ആണ് 2025 അമേരിക്കൻ സെനറ്റ് ഫോറിൻ റിലേഷൻസ് കമ്മിറ്റിക്ക് മുമ്പിൽ വെച്ച റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇറാന്റെ കൈവശം ആണവായുധമില്ല എന്ന്. അമേരിക്കൻ്റെ ഇന്റലിജൻസ് ചീഫാണ് പറയുന്നത്. CIA, FBI ഇതൊക്കെ ഇവരുടെ കീഴിലാണ് വരിക. ഈ തുളസി ഗബ്ബാർഡിന്റെ കീഴിലായിരുന്നു. അവർ പറയാണ് ആണവായുധമില്ല എന്ന്. ആണവായുധമില്ല യഥാർത്ഥത്തിൽ ഇറാൻ. പക്ഷേ ഇറാന്റെ കയ്യിൽ സമ്പുഷ്ട യുറേനിയം ഇല്ല എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇപ്പോൾ സമ്പുഷ്ട യുറേനിയം വെച്ചാൽ 90% ആക്കിയാലാണ് ആണവായുധത്തിലേക്ക് മാറാൻ വേണ്ടി കഴിയുക. ഇപ്പം എല്ലാ റിപ്പോർട്ടുകളും പറയുന്നത് അവരുടെ കയ്യിൽ 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം ഏകദേശം 400-450 കിലോഗ്രാം അവരുടെ കൈവശം ഉണ്ട് എന്നാണ്. അതിന് സ്വാഭാവികമായിട്ട് അവർക്ക് ആണവായുധം ഉണ്ട്. 10-20 ആണവായുധം ഉണ്ടാക്കാനുള്ള ശേഷി അവർക്ക് ഏത് നിമിഷവും ഉണ്ട്. അത് 30% കൂടി സമ്പുഷ്ടീകരിച്ചാൽ ആണവായുധത്തിലേക്ക് പോകാൻ വേണ്ടി കഴിയും. ഇനി മറ്റൊരു വശം കൂടി ഈ ആണവായുധ ഡിബേറ്റിൽ. കാരണം 2015 അമേരിക്ക ഉൾപ്പെട്ട രക്ഷാ സമിതിയിലെ 5 അംഗങ്ങളും ജർമ്മനി +1 അവര് ഇറാനുമായിട്ട് സംഭാഷണം ആരംഭിച്ചത്. 2015 തോന്നുന്നല്ലേ കരാറുണ്ടായത്. കരാറ് അത് ഒബാമ ഗവൺമെന്റിന്റെ കാലത്താണ് കരാറ് ഒപ്പിട്ടത്. അതിൽ പറയുന്നത് 4% താഴെയുള്ള സമ്പുഷ്ടി മാത്രമേ അനുവദിക്കുകയുള്ളൂ. അതായത് സമാധാനപരമായ ആവശ്യങ്ങൾക്ക്, എനർജി ആവശ്യങ്ങൾക്ക്, ശസ്ത്രക്രിയ അതുപോലുള്ള ആരോഗ്യപരമായ ആവശ്യങ്ങൾക്ക് ഒക്കെ, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്കും ഒക്കെ തന്നെ ഇറാനെ സമ്പുഷ്ടീകരിക്കാൻ അവകാശമുണ്ട്. 4% താഴെയാണെന്ന് എൻ്റെ ഒരു ഓർമ്മ. അത് അനുവദിച്ചിട്ടുണ്ട് അതിൽ, ആ കരാറിൽ. മറ്റ് കൂടുതൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം മറ്റു രാഷ്ട്രങ്ങൾക്ക് കൈമാറും. അങ്ങനെ കുറച്ച് യുറേനിയം അവർ സമ്പുഷ്ടീകരിച്ച യുറേനിയം റഷ്യക്ക് കൈമാറിയിട്ടുണ്ട് ഇറാൻ, ഈ കരാർ പ്രകാരം തന്നെ. കാരണം ഈ കരാറിൽ ഇറാൻ ഒപ്പിട്ടതാണല്ലോ. ആരാണത് തകർത്തത്?
അത് തകർത്തത് ഇതേ അമേരിക്കയാണ്, ഇതേ ട്രംപാണ് അല്ലെ. 2018 അധികാരത്തിൽ വന്നപ്പോൾ ട്രംപാണ് ആ കരാർ കാറ്റിൽ പറത്തി. പിന്നെ ഇറാനുമായിട്ട് ഒരു സമാധാനമില്ല, ഇറാനെ നശിപ്പിച്ചേ അടങ്ങൂ എന്ന അർത്ഥത്തിൽ ഈ കരാറിൽ നിന്ന് വിട്ടുപോയതാണ്. ഇപ്പൊ അവര് വീണ്ടും പറയാണ് അതുമാതിരിയുള്ള ഒരു കരാർ വേണം. അതാണ് അതിന്റെ വിരോധാഭാസം. കാരണം അവരെ തന്നെ തകർത്ത ഒരു കരാറ് ഇപ്പൊ പറയാണ് വീണ്ടും വേണം. അന്നേരം ഇറാൻ എന്തിനാണ് അത് അംഗീകരിക്കുന്നത്? ഇറാന്റെ റൈറ്റ് അല്ലേ, അവർക്ക് സമാധാനപരമായ ആവശ്യങ്ങൾക്ക് ഏത് രാജ്യങ്ങൾക്കും ഇത് ഉപയോഗിക്കാമല്ലോ, ആണവ വികിരണവും സാധനങ്ങളൊക്കെ ഉപയോഗിക്കാമല്ലോ. അന്നേരം ആ ഒരു വിരോധാഭാസം, അതായത് പാശ്ചാത്യ രാജ്യങ്ങളുടെ, പ്രത്യേകിച്ച് അമേരിക്കയുടെ, ഇസ്രയേലിന്റെ ഇരട്ടത്തപ്പാണ് ഈ ആണവ ഡിബേറ്റിൽ മുഴുവൻ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ കെടുതി അനുഭവിക്കേണ്ടി വരുന്നത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കാണ്. കാരണം തിരിച്ചടി എന്ന രീതിയിൽ ഇറാൻ ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചിടുകയും ലോകത്തെ മൊത്തം എണ്ണ പ്രകൃതിവാത കടത്തിനെ അത് ബാധിക്കുകയും ചെയ്തു. ഇതിനെ ഈ ഒരു സ്ഥിതിവിശേഷം മുൻകൂട്ടി കണ്ട് ഇത് കൈകാര്യം ചെയ്യുന്നതിൽ നമ്മുടെ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടെന്ന് നാം തെളിഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഈ ഒരു സംഭവത്തിൽ ഇപ്പം ഇത്രയും രൂക്ഷമായി നിൽക്കുമ്പോഴും ട്രംപ് ഭരണകൂടത്തിന്റെ നിബന്ധനകൾക്കും അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങുന്ന രീതിയിലാണ് നമ്മുടെ സർക്കാർ നയിക്കുന്നത്. അത് നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് ദോഷകരമാവുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പം നിലനിൽക്കുക. ഉറപ്പായിട്ടും നമ്മുടെ രാജ്യത്തിന് ദോഷകരമായ സ്ഥിതിയാണ്. കാരണം ഇറാന്റെ വിജയം എന്ന് പറയുന്നത് ഈ യുദ്ധത്തിൽ പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ്. ഒന്ന്, ലോകത്തിൻ്റെ എണ്ണയുടെയും LNGയുടെയും ഏകദേശം 20% കടന്നു പോകുന്നത് ഹോർമുസ് കടലിടുക്കിലൂടെയാണ്. ആ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി സ്തംഭിപ്പിക്കാൻ ഇറാന് കഴിഞ്ഞു. അതായത് ഒരു ചോക്ക് പോയിന്റാണ്, അത് ശ്വാസം മുട്ടിക്കലാണ്. ലോക സമ്പത്ത് വ്യവസ്ഥയെ ശ്വാസം മുട്ടിക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ ഇറാന് കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. 2, ഈ യുദ്ധത്തെ അവരൊരു പ്രാദേശിക യുദ്ധമായി വികസിപ്പിക്കുന്നതിൽ അവർ വിജയിച്ചു. കാരണം അമേരിക്കൻ താവളങ്ങൾ 19ഓളം താവളങ്ങൾ ഗൾഫ് രാഷ്ട്രങ്ങളിൽ മാത്രമുണ്ട്. ആ മുഴുവൻ താവളങ്ങളും ഇവർ ആക്രമിച്ചു. പിന്നെ ചെറിയ ചെറിയ സൈനിക കേന്ദ്രങ്ങൾ എവിടെ ഇവിടെയൊക്കെ ഉണ്ട്. എല്ലായിട്ടിലും ഇറാൻ ആക്രമണം നടത്തി. അങ്ങനെ ഇസ്രയേലും ഇറാനും അമേരിക്കയും മാത്രമല്ല, ആ ഗൾഫ് രാഷ്ട്രങ്ങൾ മുഴുവൻ യുദ്ധത്തിന്റെ മേഖലയിലേക്ക് വ്യാപിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ യുദ്ധം വ്യാപിപ്പിക്കാൻ വേണ്ടി ഇറാന് കഴിഞ്ഞു. അതായത് ഈ 2 പ്രധാനപ്പെട്ട കാര്യത്തിലാണ് ഇറാൻ വിജയിച്ചത്. കാരണം ഇറാന് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും കണ്ണിൽ കൂടി മാത്രമാണ് ഇന്ത്യ കണ്ടത്. കാരണം ഇന്ത്യ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മൾ സിവിലൈസേഷണൽ ടൈസ് ഉള്ള രാഷ്ട്രങ്ങളാണ്. നമുക്ക് ഇന്ത്യക്കും മഹത്തായ സംസ്കാരമുണ്ട്, 5000-6000 കൊല്ലത്തെ സംസ്കാരമുണ്ട്. അതേ സംസ്കാരം അവർക്കും ഉണ്ട്, പേർഷ്യൻ സംസ്കാരം. അതുകൊണ്ട് തന്നെ ഒരു സിവിലൈസേഷണൽ അല്ലെങ്കിൽ ഒരു സാംസ്കാരികമായ ബന്ധം ഇറാനും ഇന്ത്യയും തമ്മിലുണ്ട്. ഇപ്പം ഷാ എന്നുള്ള പേര് പോലും ഇറാൻ നിന്ന് വന്നതാണ്, പേർഷ്യൻ സംസ്കാരത്തിന്റെ ഭാഗമായി വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. അത് ആ സാംസ്കാരിക ബന്ധമാണ് സൂചിപ്പിക്കുന്നത്. കാരണം അങ്ങനെയുള്ള രാഷ്ട്രം, അതുപോലത്തെ ഇന്ത്യയുടെ സുഹൃത്തായിരുന്ന രാഷ്ട്രമാണ്. അവിടെ ഇസ്ലാമിക റവല്യൂഷൻ നടന്നു, ഒക്കെ ശരിയാണ്. പക്ഷേ ഇന്ത്യയുമായിട്ട് ബന്ധത്തിൽ വലിയ വിളച്ചലൊന്നും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. കാശ്മീർ വിഷയത്തിലടക്കം കാശ്മീർ വിഷയത്തിലടക്കം ഇന്ത്യയെ സപ്പോർട്ട് ചെയ്ത, UN പല വോട്ടിങ്ങുകളിലും ഇന്ത്യയെ സപ്പോർട്ട് ചെയ്ത രാജ്യമാണ് ആ ഇറാനാണ്. ആ ഇറാനെയാണ് ഇന്ത്യ തള്ളിപ്പറയുന്നത് ഈ ഘട്ടത്തിൽ. കാരണം ഇറാനെതിരെ യുദ്ധം വേണ്ടപ്പോൾ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി ഇറക്കിയ പ്രസ്താവനയിൽ അമേരിക്കയും ഇസ്രയേലും ആക്രമിച്ചതെന്ന് പോലുമില്ല. ഇറാനിലുണ്ടായ സംഭവം, സം ഡെവലപ്മെന്റ്സ് ഇൻ ഇറാൻ എന്ന ഭാഷയാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ആ ഇറാന്റെ നമ്മൾ ക്ഷണിച്ചു വന്ന് ഐറിസ് ജന എന്ന് പറയുന്ന കപ്പൽ, വിശാഖപട്ടണത്തെ അഭ്യാസത്തിൽ പങ്കെടുക്കാൻ വന്ന കപ്പൽ, അത് തകർത്തു. പൂർണ്ണമായി ഇന്ത്യൻ സമുദ്രതീരത്ത് വെച്ച് തകർത്തിട്ട് ഒരു പ്രൊട്ടസ്റ്റ് രേഖപ്പെടുത്താൻ ഇന്ത്യ തയ്യാറായിട്ടില്ല. അതുമാത്രമല്ല, ഈ യുദ്ധം ഫെബ്രുവരി 28 ആരംഭിക്കുന്നതെങ്കിൽ 26 മോഡി അവിടെ പോകുന്നതും ഈ നെതന്യാഹുവിനെ കെട്ടിപ്പിടിക്കുന്നതും ഏട്ട് ഇന്ന് മാത്രമല്ല എന്നും ഞങ്ങൾ ഇസ്രയേലിന്റെ കൂടെയാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. കാരണം ഇന്ത്യയുടെ കൂടി പിന്തുണയോടുകൂടിയാണ് ഈ ആക്രമണം നടന്നതെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ അവരെ ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ വേണ്ടി കഴിയില്ല. കാരണം ഇന്ത്യ പിന്തുണച്ചിട്ട് ഈ യുദ്ധത്തിന്റെ ഘട്ടത്തിൽ ഇന്ത്യ ആയുധം കൊടുത്തു, അല്ലേ? 2 കപ്പലോളം ആയുധം പോയി എന്നാണ് പറയുന്നത്. ഒരു കപ്പല് സ്പെയിൻ അതിർത്തിയിൽ വെച്ച് പിടിച്ചപ്പോഴാണ് ലോകം അറിഞ്ഞത്. സ്പെയിൻ അതിന് നങ്കൂരം വിടാൻ അനുമതി കൊടുത്തില്ല. അതിൽ നിന്നാണ് ലോകം അറിഞ്ഞത് അത് ഇന്ത്യയിൽ നിന്ന് പോയ ഇസ്രയേലിലേക്ക് പോയ കപ്പലായിരുന്നു. ഈ രീതിയിൽ ഇന്ത്യയുടെ ഒരു സുഹൃത്തായിട്ടുള്ള ഇറാനെ ശത്രുപക്ഷത്തേക്ക് നീക്കുന്ന ഒരു
നടപടിയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യയുടെ എന്താ പറയുക അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ചില കപ്പലുകളൊക്കെ അവർ വിട്ടിട്ടുണ്ടെങ്കിലും റഷ്യൻ കപ്പലുകളോ ചൈനീസ് കപ്പലുകളോ സഞ്ചരിക്കുന്നത് പോലെ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ ഇന്ത്യൻ കപ്പലുകൾക്ക് ഹോർമസിലൂടെ ഇപ്പോഴും കഴിയുന്നില്ല. കൂടുതൽ നമ്മൾ അഭ്യർത്ഥന നടത്തേണ്ടി വരുന്നു, കൂടുതൽ ആവശ്യപ്പെടേണ്ടി വരുന്നു. അങ്ങനെ ആ അടിസ്ഥാനത്തിൽ അവർ പഴയ ബന്ധങ്ങളൊക്കെ വെച്ച് അവർ വിടുകയാണ് യഥാർത്ഥത്തിൽ. അതിന് സ്വാഭാവികമായിട്ടും ഇന്ത്യ ഈ കാര്യത്തിൽ വലിയൊരു ഡിപ്ലോമാറ്റിക് ഫെയിലർ ഇന്ത്യയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പം ഇസ്രായേലിൻ്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ വെടിനിർത്തലിലേക്ക് പോയാലും വെടിനിർത്തലിനെ നേരിട്ട് എതിർക്കാതെ വെടിനിർത്തൽ നടപ്പാക്കുന്നതിനെ അസാധ്യമാക്കുന്ന ഒരു സമീപനമാണ് നേരത്തെ പറഞ്ഞ പോലെ ഇസ്രായേൽ ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് ഇപ്പം ലെബനിൽ നടത്തുന്ന ആക്രമണം, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോഴ് ഈ ഇസ്രായേലിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയം ഇതിൻ്റെ അത് സ്വാധീനം ചെലുത്തുന്നതായിട്ട് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനൊരു സ്വാഭാവികമായി ഏത് യുദ്ധത്തിനും ഒരു പരിണാമഘട്ടം ഉണ്ടാവും. അപ്പോൾ ഇസ്രായേൽ അങ്ങനെ നോക്കുമ്പോൾ ഇസ്രായേലിൻ്റെ ഈ ഒരു നിലപാട് ഇങ്ങനെ തുടരുന്നോളം കാലം അമേരിക്കയ്ക്ക് എത്ര പെട്ടെന്ന് ഇതിൻ്റെ അത് തലയൂരാൻ കഴിയുമെന്നുള്ളൊരു വലിയ ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന ആഴ്ചകളിൽ എന്തെങ്കിലും ഒരു നാടകീയമായ മാറ്റം ഉണ്ടായില്ലെങ്കിൽ ഇത് വളരെ നീണ്ടുപോകാനുള്ള ഒരു സാധ്യതയല്ലേ കാണുന്നത്? അതായത് യുദ്ധത്തിൽ നിന്ന് ഏകപക്ഷീയമായി അമേരിക്ക പിന്മാറേണ്ടി വരും. അവിടെ യുദ്ധാവസ്ഥ. കാരണം രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിൽ ഒരു രാഷ്ട്രം വിജയിച്ച് നിൽക്കുകയാണ്. ആ വിജയിച്ച് നിൽക്കുന്ന രാഷ്ട്രങ്ങൾക്കാണ് ലെവറേജ് കൂടുതലുണ്ടാവുക. കാരണം ഇറാനാണ് ഇക്കാര്യത്തിലുള്ളത്. ഇപ്പം തന്നെ നമുക്ക് നോക്കാം. അമേരിക്ക ആദ്യം പറഞ്ഞത് എന്താണ്? ഭരണമാറ്റം, അമേരിക്കക്ക് അനുകൂല ഭരണമാറ്റം. ഇപ്പം അമേരിക്ക മിണ്ടുന്നില്ല കാര്യം. പിന്നെ മിസൈല് ശേഷി നശിപ്പിക്കുമെന്ന് പറഞ്ഞു. ഇപ്പം അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. അലീസിന് സഹായം കൊടുക്കുന്നത് നിർത്തണമെന്ന് പറഞ്ഞു. ഇപ്പം അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. ഇപ്പം ആണവ വിഷയം മാത്രമേ പറയുന്നുള്ളൂ. ആണവ ആയുധം ഉണ്ടാക്കില്ല എന്ന് ഇറാൻ പറഞ്ഞ യുദ്ധം നിർത്താന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് അമേരിക്ക താണുപോയിരിക്കുകയാണ് ഇപ്പോൾ. സ്വാഭാവികമായിട്ടും ഹോർമുസ് പഴയ രീതിയിൽ ആവണമെങ്കിൽ ഇറാൻ ഇപ്പം പറയുന്നുണ്ട്, നിങ്ങൾ ആദ്യം ഞങ്ങളുടെ പോർട്ടിന് അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധം പിൻവലിക്കണം. കാരണം അത് വെടിനിർത്തൽ എങ്ങനെയാണ്? ലെബനോണിൽ ഇസ്രായേൽ ആക്രമിക്കുന്നത് പോലെ തന്നെ ഏപ്രിൽ 8 ഉണ്ടായിട്ടുള്ള വെടിനിർത്തൽ ധാരണയുടെ ലംഘനമാണ് ഇറാൻ പോർട്ടിന് എതിരെ അമേരിക്ക നടത്തുന്ന ഈ ഉപരോധം. അതായത് അത് പിൻവലിക്കണം എന്ന് അവരാവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ പറഞ്ഞു 10-40 വർഷമായിട്ട് ഞങ്ങൾക്കെതിരെ സാങ്ഷനാണ്, ഉപരോധമാണ്. ആ ഉപരോധത്തിൽ ഇളവ് വരുത്തണം. അതുപോലെ തന്നെ ഇറാന്റെ അസറ്റ് മരവിപ്പിച്ചിട്ടുണ്ട് അമേരിക്ക. പല ബാങ്കുകളിലുള്ള പല സ്ഥലങ്ങളിലുള്ള സ്വത്തുക്കളും ഒക്കെ മരവിപ്പിച്ചിട്ടുണ്ട്. കാരണം ഏകദേശം $12 ബില്യൺ അടുത്ത് വരും, അതിന് കൂടുതലുണ്ട് എന്നൊക്കെ ആള് പറയുന്നുണ്ട്. പല റിപ്പോർട്ടുകളുണ്ട് അതിനെക്കുറിച്ച്. എന്തായാലും ആ മരവിപ്പിച്ച നടപടി അമേരിക്ക പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇറാന്റെ അടുത്താണ് ലെവറേജ് കൂടുതൽ. അവർക്കാണ് കൂടുതൽ ബാർഗൈൻ ശേഷിയുള്ളത്. അതിന് സ്വാഭാവികമായിട്ടും ഇതിൽ അമേരിക്ക കീഴടങ്ങുമെന്നുള്ളതാണ് പ്രശ്നം. അമേരിക്ക എന്ന് പറയുന്ന ലോകത്തിലെ വൻശക്തി കീഴടങ്ങിയ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ആഖ്യാനം വരും. അമേരിക്ക എന്ന വൻശക്തിയുടെ ഇടിച്ചൽ തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ അവർ തകരാൻ തുടങ്ങിയിരിക്കുന്നു എന്നൊരു ആഖ്യാനം വരും. ആ ആഖ്യാനത്തെയാണ് അവർ ഭയക്കുന്നത്. അത് തെരഞ്ഞെടുപ്പിൽ ബാധിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ആഖ്യാനം വന്നാൽ അത് നവംബറിൽ നടക്കുന്ന കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് എതിരായിട്ടുള്ള വിധിയെഴുത്തായിട്ട് വരികയും ചെയ്യും. ഇതേ പ്രശ്നമാണ് ഇസ്രായേലിൽ അഭിമുഖീകരിക്കുന്നത്. കാരണം അധികാരത്തിൽ നിന്ന് പുറത്തായാൽ ഒരുപാട് കേസ് കിടക്കുകയാണ്. അഴിമതി കേസ് അടക്കം നെതന്യാഹുവിനെതിരെ കിടക്കുകയാണ്. ആ കേസ് വരും. ഇപ്പം ഇമ്മ്യൂണിറ്റി ഉള്ളത് യുദ്ധമുള്ളതുകൊണ്ടാണ്. ആ യുദ്ധം എന്നുള്ള സാധനം മാറിയാൽ സ്വാഭാവികമായിട്ടും ജനാധിപത്യ പ്രക്രിയയിലേക്ക് അവരും കടക്കുമെന്നാണ് വിശ്വസിക്കേണ്ടത്. ആ ജുഡീഷ്യറി അതിൻ്റെ പ്രക്രിയയിലേക്ക് കടക്കും. പ്രക്രിയയിലേക്ക് കടന്നാൽ നെതന്യാഹുവിന് ചിലപ്പോൾ ശിക്ഷ കിട്ടാം, ജയിലിൽ കിടക്കേണ്ടി വരും. അത് ഒഴിവാക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആവശ്യമാണ്. കാരണം ഈ രണ്ട് താല്പര്യങ്ങളാണ്, അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും താല്പര്യങ്ങളാണ് യഥാർത്ഥത്തിൽ യുദ്ധത്തെ നീട്ടി കൊണ്ടുപോകുന്നത്. മറിച്ച് ഇറാൻ പറയുന്ന ജെന്യൂനായിട്ടുള്ള ആവശ്യങ്ങളാണ്. ആ ആവശ്യങ്ങളിൽ ചിലത് അംഗീകരിച്ചാൽ സ്വാഭാവികമായിട്ട് കരാറിന് തയ്യാറാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പഴയ മാതിരി തന്നെ ഹോർമസ് തുറന്നു കൊടുക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം ഈ ആവശ്യങ്ങളൊക്കെ അംഗീകരിക്കുകയാണെങ്കിൽ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും ധിക്കാരികളെന്ന് പറയാവുന്ന, ലോകത്തെ ഏറ്റവും എടുത്തുകാട്ടക്കാരാണെന്ന് പറയാവുന്ന, അല്ലെങ്കിൽ രാഷ്ട്രീയമായി വളരെയധികം കുതന്ത്രങ്ങളിലൂടെ രാഷ്ട്രീയം പയറ്റുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെയും അവരുടെ ഒരു ഭാവി നിർണ്ണയിക്കുന്ന ഒരു നാളുകളാണ് നമ്മുടെ മുമ്പിൽ
ഇപ്പോൾ നമുക്ക് വരുന്നത്. ലോകത്തെ അശാന്തമാക്കുന്നത് അമേരിക്കയും ഇസ്രയേലുമാണ് എന്നുള്ളത് ഇപ്പം ലോകത്ത് എല്ലാ നേരത്തെ ഇടതുപക്ഷക്കാരും സോഷ്യലിസ്റ്റുകളും പൊതുവേ ഉള്ള കുറച്ച് പുരോഗമനവാദികളൊക്കെയാണ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം ലോകത്തെ എല്ലാ നിരീക്ഷകരും ആ ഒരു വാദത്തിലേക്ക് യൂറോപ്യന്മാരൊക്കെ പറയേണ്ടി വരും. ഇതിന്റെ ഒരു